ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതായത് ISROയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പെർമനന്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ വിളിച്ചിരിക്കുന്നത് വെച്ചാൽ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സയന്റിഫിക് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ്, അതുപോലെ ടെക്നീഷ്യൻ B, ദെൻ ഡ്രാഫ്റ്റ്മാൻ B, ഫയർമാൻ A, അതുപോലെ തന്നെ കുക്ക്, അതുപോലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, അതുപോലെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേക്കൻസിയിലേക്കാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേക്കൻസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വിവിധ ക്വാളിഫിക്കേഷൻ, കാരണം ME or MTech, അതുപോലെ MSc, അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ, ദെൻ ഗ്രാജുവേഷൻ 10ാം ക്ലാസ് പ്ലസ് ITI, ദെൻ 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികൾ ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വിശദമായിട്ട് കാര്യങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് ഒരു യൂണിറ്റ് ആയിട്ടുള്ള UR റാവ് സാറ്റലൈറ്റ് സെൻറ്ററിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, നമുക്കറിയാം ISRO എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള UR റാവ് സാറ്റലൈറ്റ് സെൻറ്ററിലേക്കാണ് നിലവിലെ വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യമുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്നലെ നമ്മൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇട്ടിരുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എയർപോർട്ട് ഈ പറയുന്ന എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അതുപോലെ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ റെയിൽവേയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് എന്താണ് ഇൻസ്റ്റയിൽ അവിടെയൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായത്, കമൻറ്റിലൊക്കെ ചോദിച്ചു. അപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്കുള്ള OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ ബന്ധപ്പെട്ടാണ് SC/ST ഒക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് നമുക്ക് റെയിൽവേ തന്നിരിക്കുന്ന ഫോർമാറ്റ് വളരെ നിർബന്ധമാണ്, അത് മസ്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത് നമ്മൾ അക്ഷയയിൽ പോയാൽ നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സെയിം ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട്, ഫോം ഇടുന്ന ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ആ ഒരു ഫോമിൽ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരെ നമ്മുടെ വില്ലേജിലാണ് പോകേണ്ടത്. അങ്ങനെ വില്ലേജിൽ പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന പർപ്പസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് താലൂക്കിലേക്ക് ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് തഹസിൽദാർ നമുക്കത് ഇഷ്യൂ ചെയ്ത് തരും. അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനാണ്, നമ്മൾ ഇങ്ങനെയുള്ള പർപ്പസിനാണ് കാര്യങ്ങളൊക്കെ വില്ലേജിൽ പോയിട്ട് പറയുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ വില്ലേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്നുള്ളതും ബാക്കിയുള്ളവർക്ക് അത് അറിയാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനെന്തൊക്കെയാണ് നിങ്ങൾക്ക് രേഖകൾ അവർ ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ ഉപയോഗപ്രദമാകുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ പറയുന്ന കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഇതിൽ ഫോൺ വഴി അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് എന്താണ് അതിൽ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ക്രോം ബ്രൗസർ യൂസ് ചെയ്തിട്ട് അതിൽ ഡെസ്ക്ടോപ്പ് വ്യൂ എനേബിൾ ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിലുള്ള ഒരു അലൈൻമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ ആ പേജൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമുക്ക് ഫില്ല് ചെയ്യാനും വിട്ടുപോവില്ല. മറ്റേന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ വ്യൂവിലാകുമ്പോൾ ഒരുപാട് കോളം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഹൈഡായി കിടക്കും. അപ്പോൾ അത് ഫില്ല് ആവാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ സമീപത്തുള്ള ഇൻ്റർനെറ്റ് കഫേയിൽ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ വീഡിയോയുടെ താഴത്തുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള ലെവലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലിമിറ്റഡ് ആണ്, ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം 2-3 ഫോമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, UR റാവ് സാറ്റലൈറ്റ് സെൻറ്റർ. ഓക്കെ, ഇവിടേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പറൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള പോസ്റ്റ് നമുക്ക് ആദ്യത്തെ സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ നിങ്ങൾക്ക് കൂടെ കാണാം. അതിൻ്റെ പോസ്റ്റ് കോഡ് ഇവിടെ കൊടുക്കുന്നത് വേക്കൻസി 3 ആണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ME or MTech, MSc ഈ തുടങ്ങിയിട്ടുള്ള തുല്യമായിട്ടുള്ള വിവിധ ഡിസിപ്ലിൻ. അപ്പോൾ ഡിസിപ്ലിൻ ഏതാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് കേട്ടോ പറയാം. 60% മാർക്ക് വേണം എന്നുള്ള കണ്ടീഷനാണ്. ദെൻ 18-30 വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിന് ഇതിൻ്റെ പോസ്റ്റ് കോഡാണ്. 2 വേക്കൻസിയാണ്. ഇതിൽ MSc ആണ് ചോദ്യം, മാസ്റ്റർ ഓഫ് സയൻസ് ആണ് വേണ്ടത്. അത് റിലവൻറ്റ് ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. മിനിമം 65% മാർക്ക് ഉണ്ടാകും. ദെൻ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ആണെങ്കിൽ 6.84, 10 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു 6.84 മിനിമം വേണം. 18 to 28 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൻ്റെ പേ മാട്രിക്സ് ഒക്കെ 10 വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് നമുക്ക് പോസ്റ്റ് കോഡ് ഇവിടെ കാണാം. 55 വേക്കൻസി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്, ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ, 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് കാണാം, 6 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ BSc, ബാച്ചിലർ ഓഫ് സയൻസിൽ റെലവൻറ്റ് ഡിസിപ്ലിനിൽ, അത് ഏതാ ഡിസിപ്ലിൻ എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലാണ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളത് ചെയ്യും. അതിനെക്കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം, ഏതൊക്കെ ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് 18 to 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പേ ലെവൽ 7 ആണ്.
ഇതിനൊക്കെ നമുക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ലൈബ്രറി അസിസ്റ്റൻറ്റ് പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു വേക്കൻസിയാണ്. ഇതിൽ ഗ്രാജുവേഷൻ പ്ലസ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഓർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അത് നിങ്ങൾക്കൊരു ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദവും അതോടൊപ്പം തന്നെ ലൈബ്രറി അതുപോലെ തന്നെ ലൈബ്രറി സയൻസ് അതുപോലെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി. ഓക്കെ, 18 to 35 ഏജ് ലിമിറ്റ്, പേ ലെവൽ 7 ആണ് വരുന്നത്. ഇതിനടുത്ത് ടെക്നീഷ്യൻ B ആണ്. ഇതിൻ്റെ പോസ്റ്റ് കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 142 വേക്കൻസി ഇതുണ്ട്. ഓക്കെ, ആ 142 വേക്കൻസി ടെക്നീഷ്യനിലേക്കും ഇതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ B എന്ന് പറയുന്ന പോസ്റ്റിലേക്കുമായിട്ടാണ്. ടോട്ടൽ 142 വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. വേക്കൻസി നോക്കി നമ്മൾ അപ്ലൈ ചെയ്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC 10th ക്ലാസ് പാസ്സായിരിക്കുക, 10th പാസ് എന്നുള്ളതാണ് ഒന്നാമത്തത്. ഓക്കെ, 10th നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 10th പാസ്സായിരിക്കുക പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ITI വേണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ. അതായത് ITI നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NIC ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ നിങ്ങൾക്ക് ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് നാഷണൽ അപ്രൻറ്റീഷിപ്പ് ITI ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്ത്, അതായത് 10th ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ, അതായത് അതിൻ്റെ ട്രേഡൊക്കെ ഏതാണെന്ന് ഞാൻ പറയാം. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി കേട്ടോ. 10th ക്ലാസ് പ്ലസ് ITI അല്ലെങ്കിൽ 10th ക്ലാസ് പ്ലസ് NTC അല്ലെങ്കിൽ 10th ക്ലാസ് പ്ലസ് NAC, ഇതിലേതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. 18 to 35 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, പേ ലെവൽ 3 ആണ്. ദെൻ ഫയർമാൻ ഇതിൽ നമുക്ക് പോസ്റ്റ് കൊടുക്കുന്ന 3 വേക്കൻസിയാണ്. ഇതിൽ 10th ക്ലാസ്സും ജസ്റ്റ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 10th ജസ്റ്റ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 to 25 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്, പേ ലെവൽ 2 ആണ്. ദെൻ ഇതിൽ അടുത്ത കുക്കാണ്. ഇതിൽ നമുക്ക് പോസ്റ്റ് കോഡ് കാണാം, 4 വേക്കൻസിയാണ്. ഇതിൽ നിങ്ങൾക്ക് 10th ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്. പ്ലസ് 5 വർഷം നമുക്ക് എന്ത് വേണം, ഈ പറയുന്ന ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിനടുത്തത് ഇതിൻ്റെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിൽ നിങ്ങൾക്ക് 6 വേക്കൻസി ഉണ്ട്. ഇതിൽ 10th ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് എന്താണ് ഒരു 3 year എക്സ്പീരിയൻസ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറിൽ ഒരു 3 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിനടുത്ത് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. 10th ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നമുക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൽ. അതിൽ തന്നെ 3 വർഷം നമുക്ക് ഹെവി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. 18 to 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, പേ ലെവൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിളിച്ചിരിക്കുന്ന നിലവിലെ പോസ്റ്റ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടതെന്നും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മുടെ January 27-നാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് January 24 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ January 27-നാണ് ഓൺലൈൻ അപേക്ഷയും ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരിക. അപ്പോൾ 26-നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ കേട്ടോ, അതായത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും. ഇത് നമുക്ക് ജസ്റ്റ് എന്താണ് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ നിന്ന് കിട്ടുന്ന നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഇത് വന്ന് കഴിഞ്ഞ് ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് അടുത്ത ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ, ആ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരെ ഈ പറയുന്ന 27, അതായത് എന്തായാലും 26, 27 അല്ലെങ്കിൽ 25-ൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 27-ന് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ 27-ന് നോട്ടിഫിക്കേഷൻ കിട്ടി അന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യും എന്നുള്ളതാണ്. അപ്പം വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ, കാരണം കൂടുതൽ ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് അപേക്ഷ നൽകണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് February 16 വരെ അപ്ലൈ ചെയ്യാം. എത്ര വരെ എന്ന് വെച്ചാൽ 16 വരെ, February 16 വരെ കേട്ടോ. ഏകദേശം നമുക്കൊരു എന്താണ് ഒരു 2.5 ആഴ്ചയൊക്കെ നമുക്ക് എന്താണുള്ളൂ ടൈം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 3 ആഴ്ചൻ്റെ അടുത്ത് അല്ലേ, ഒരു 3 ആഴ്ച 2 ആഴ്ചൻ്റെ അടുത്ത്, 2.5 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ചൻ്റെ അടുത്ത് നമുക്ക് സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഓൺലൈൻ ഡേറ്റ് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ എന്താണ്, റിലവൻറ്റ് ട്രേഡ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും പറയുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആവശ്യമായുള്ള ലിങ്കുകളെല്ലാം നമ്മുടെ ആ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വീഡിയോയുടെ താഴെയും അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ വീഡിയോ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.